അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒന്ന് പറക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം ഹോളിഡേ ഒക്കെ കിട്ടിയതാണ്, വേറെ എങ്ങും പോകാനും പറ്റിയില്ല. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു സ്പോട്ടുണ്ട് ഇതേപോലെ പറക്കാൻ പറ്റിയത്. അപ്പോൾ ഒന്ന് പറന്നേക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. നീതുവിനെ പറപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ആഗ്രഹം, പക്ഷെ നടന്നില്ല, അവൾക്ക് ഭയങ്കര പേടി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൈഡിങ് ആണ്. എൻജിനോ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം കാറ്റിൻ്റെ ഒരു പവറിനോട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടി പറന്ന് നടക്കാം. സേഫാണ്, വലിയ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ നേരത്തെ കണ്ട പോലെ അവിടെയാണ് ക്ലബ്ബ്, കോൾച്ചെസ്റ്റർ ഗ്ലൈഡിങ് ക്ലബ്ബ് എന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ എല്ലാം കിട്ടും. അപ്പോൾ നമ്മളവിടെ വന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് അവിടെ വന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് നമുക്ക് ക്യാഷ് കൊടുത്ത് അവിടെ നമുക്കപ്പോൾ തന്നെ ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസ് എടുക്കാം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് വൗച്ചർ വേണം, നമ്മൾ പ്രീ ബുക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പരിപാടിക്കാണ് നമ്മൾ പോണത്. നമ്മളിവിടെ നിന്ന് നേരെ പറക്കും, നേരെ ഒരു 10-15 മിനിറ്റ് മുകളിൽ ഒരു 1000-1500 അടിയിൽ ഹൈറ്റ് മേലെ ഇങ്ങനെ കിടന്ന് വലത്തോട്ടും ഇടത്തോട്ടും നമ്മുടെ കോൾച്ചെസ്റ്ററിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ പറക്കാം. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ അവരോട് ചെന്നപ്പോൾ വൗച്ചർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പുള്ളി ഇൻചാർജിനോട് പറഞ്ഞാൽ നീ നേരെ ഓഫീസിലേക്ക് പോക്കോ. അപ്പോഴേക്കും അവിടെ നിന്നൊരു പുള്ളിക്കാരൻ കൂടെ വന്ന് ഓഫീസിലേക്ക് വന്ന് അവിടെ അപ്പോൾ തന്നെ ഒരു വൗച്ചർ നമുക്ക് ഒപ്പിട്ട് തന്നു. അപ്പോൾ നമുക്ക് 49 പൗണ്ടാണ് ഇതിൻ്റെ പെർ ഹെഡ് ഒരു ഫ്ലൈയിങ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ ചെന്നു, കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്തൊരു കുഴപ്പമുണ്ടായില്ല. ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഏത് കാർഡ് വെച്ചുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാം. നേരെ അവിടെ ചെന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്തു. ചുമ്മാ അവിടെ ഒന്ന് നടന്ന് കണ്ടു. അപ്പോൾ എൻ്റെ വൗച്ചർ കിട്ടി. ഈ കാണുന്ന സാധനങ്ങളൊക്കെ അങ്ങനെയുള്ള നമ്മുടെ ഗ്ലൈഡർ ട്രാൻസ്പോർട്ട് ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ളതൊക്കെ എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ലോഞ്ചിങ് സ്പോട്ടിലേക്ക് പോകണം. അപ്പോൾ അവർ തന്നെ കാറിൽ തന്നെ കൊണ്ടുപോയി. ഇവരെല്ലാവരും ഭയങ്കര കമ്പനിയും കാര്യങ്ങളായിരുന്നു, എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു, അടിപൊളിയാണ്. അപ്പോൾ അവരുടെ ക്ലബ്ബും 10-14 കൊല്ലമായിട്ട് അവിടെ നടത്തണതാണ്. അപ്പോൾ വലിയ എക്സ്പീരിയൻസ്ഡ് ആയതാണ് എല്ലാവരും. ഇപ്പോൾ ഈ കാണുന്ന റോപ്പ് ഉണ്ടല്ലോ, ഈ റോപ്പ് നമ്മൾ അറ്റത്ത് കണ്ട മെഷീനിൽ നിന്ന് അറ്റത്തേക്ക് അവർ വലിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഈ കാണുന്ന ഗ്ലൈഡറിൻ്റെ തുമ്പത്ത് അത് ഹുക്ക് ചെയ്യും. എന്നിട്ട് ആ മെഷീൻ അവിടെ നിന്ന് ശക്തിയായിട്ട് വലിച്ചു വിടും. ഇപ്പോൾ നമ്മുടെ ഒരു പട്ടം പറപ്പിക്കണ പോലെ തന്നെ നേരെ ശക്തിയായിട്ട് അത് പുള്ളി ചെയ്യുമ്പോൾ നേരെ എയറിങ്ങനെ കട്ട് ചെയ്ത് ഒരു പട്ടം പറക്കണ പോലെ നേരെ പൊക്കത്തോട്ട് പോകും. ഇതിൻ്റെ അങ്ങ് അറ്റം ഒരു 1000-1200 അടി മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ആ പട്ടത്തെ ആ റോപ്പ് ഡിസ്കണക്ട് ചെയ്യും. പിന്നെ നമ്മൾ ഫുൾ എയറിലാണ്. പിന്നെ എൻജിനില്ലാത്ത തുമ്പി പോലെ, എൻജിനില്ലാത്തൊരു വിമാനം പോലെ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പറന്ന് കിടക്കുക. കുറേ നേരം നമ്മൾ ഓടിക്കും, കുറേ നേരം അവർ, അതായത് ടേക്ക് ഓഫും പിന്നെ ലാൻഡിങ്ങും അവരെടുക്കും. നമുക്ക് മുകളിൽ കിടന്ന് അവർ ഇൻസ്ട്രക്ഷൻ നമ്മളോട് പറയണ പോലെ അടിപൊളിയായിട്ട് ലെഫ്റ്റിലേക്ക് കുറേ നേരം പോവുക, ഹൈറ്റിലോട്ട് പോവുക, താഴത്തോട്ട് പോവുക. വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. വാലി ഫോർ മണി എന്നൊക്കെ പറയുന്ന രീതിയിൽ അടിപൊളി പരിപാടിയാവും. അപ്പോൾ ലച്ചുവിനെയൊക്കെ കൊണ്ടു അവരൊക്കെ ഒന്ന് കയറ്റി ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി പരിപാടിയല്ലേ. ആൾക്കാർ പെട്ടെന്ന് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വിമാനം പറത്തുന്നത് വിചാരിക്കും. സത്യത്തിൽ ഇത് വിമാനമൊന്നും അല്ലല്ലോ, ഇത് ജസ്റ്റ് ഇപ്പോൾ ഈ കാണുന്ന പോലെ ആ ഒരു ഫ്രെയിമും ആ ഒരു വിങ്സും മാത്രമേ ഉള്ളൂ, പിന്നെ 3 വീലും. ഇപ്പോൾ നമ്മൾ കയറുന്നതൊക്കെ മുമ്പ് അതിനകത്ത് വൗച്ചർ പിന്നെ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടൊരു പേപ്പർ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ക്യാമറമാൻ ലച്ചുവാണ്. ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി അവിടെ എടുത്ത് തന്നു. എങ്ങനെയൊക്കെയോ ഇനി ഒന്നുകൂടി അത് എഡിറ്റ് ചെയ്ത് കളയാനൊരു വരുന്ന തോന്നണേ. അപ്പോൾ അങ്ങനെ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് അതിനെ കൊണ്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വേറൊരു ഫാമിലി അവരുടെ ഗ്ലൈഡർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ ഏത് ഗ്ലൈഡറാണ്, നേരത്തെ ഒരു ഗ്ലൈഡർ നോക്കി വെച്ചായിരുന്നു ഈ കാണുന്നത്. അത് നല്ല അടിപൊളിയാണ്, നല്ല കാണാൻ നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് സാധനം. അപ്പോൾ ഈ കാണുന്നതാണ് മൈക്ക്. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ ഇൻചാർജ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുള്ളി വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കും. ഞാൻ നീതിനോടൊന്ന് ഇതിൽ കയറണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ നീതിന് വിമാനത്തിൽ കയറാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒട്ടും നടക്കില്ലെന്ന് മനസ്സിലായ കാരണം പിന്നെ ഞാൻ ആ പ്രയത്നം വേണ്ടെന്ന് വെച്ചാൽ ഞാൻ തന്നെ ആദ്യം പോകാം എന്ന് വിചാരിച്ച് കയറാനൊക്കെ മുമ്പ് പിള്ളേരൊക്കെ ഒന്ന് പിടിച്ചിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു രസം. ഇവിടെ അധികം ആൾക്കാരാരുമില്ല, നമുക്ക് എപ്പോൾ വന്നാലും അവരുടെ സൈറ്റിലുണ്ട് ഏതൊക്കെ ദിവസമാണ് അവർ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഫ്ലൈ ചെയ്യാൻ വന്നത് ഈ വ്യക്തിയാണ്. അപ്പോൾ പുള്ളി നമുക്ക് കോപ്പിറ്റിലെയും അതിൻ്റെ ഇതിന് സ്വിച്ചുകളും കാര്യങ്ങളും നമുക്ക് വേണ്ട എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ്, സേഫ്റ്റി മെഷേഴ്സ്, അത് ഇതെല്ലാം പാരച്യൂട്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, ഇതെങ്ങനെ ആ കനോപ്പി നമ്മളെ മൂടുന്ന സാധനം ഇൻ കേസ് എന്തെങ്കിലും എമർജൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയറോ ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ രക്ഷപ്പെടാം, അല്ലെങ്കിൽ പാരച്യൂട്ടിൽ നിന്ന് ചാടി എങ്ങനെ രക്ഷപ്പെടാം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പാരച്യൂട്ടൊക്കെ ഇട്ട് തന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പാരച്യൂട്ടൊക്കെ ചുമ്മാ ഇങ്ങനെ എടുത്ത് ഇടണത് പോലും. ഒരു രസം, ഒരു കൗതുകം.
നീതുവാണെങ്കിൽ അവിടെ നിന്നിട്ട് ഭയങ്കര പേടി. ഏത് ഇങ്ങനെ പോയാൽ തിരിച്ചു വരുമോ, അത് അതോടുകൂടി ആകാശത്തോട്ട് പോകാൻ അറിയാൻ പാടില്ലാത്ത കാരണം ഒരു പേടിച്ച് വരച്ച് പോകണ്ടെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ നമ്മളിത് അത്ര ആഗ്രഹിച്ച് വന്നാലേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാനും നിന്നായിരുന്നേ. അപ്പോൾ പുള്ളിക്കാരെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു തന്നു. ഓരോ ലിവറുകൾ ഏതാ, ഫ്ലാപ്പുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും, അപ്പോൾ നമ്മളെങ്ങനെ ഹൈറ്റ് കൂട്ടും, പിന്നെ വരുമ്പോൾ ഇറങ്ങുമ്പോൾ ബ്രേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം. കാരണം നമ്മളും മണ്ടത്തരം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരും പപ്പടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് പുള്ളിയും കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബെൽറ്റും കാര്യങ്ങളൊക്കെ എല്ലാം ഇടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കനോപ്പിയൊക്കെ നടച്ചു നോക്കും, നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ നോക്കും. പിന്നെ അത് തുറന്ന് നമുക്ക് ടേക്ക് ഓഫിൻ്റെ അല്ലെങ്കിൽ എന്താ പറയുക ലോഞ്ചിങ് സമയത്ത് ഉണ്ടാവണ ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് ഇപ്പോൾ പൊങ്ങണ നേരത്തെ തന്നെ റോപ്പ് പൊട്ടിപ്പോവേ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു എമർജൻസി ലാൻഡിങ്, ആ നേരത്തെ എന്താ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്നേ വരെ പാരച്യൂട്ട് പുള്ളിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല, 10-14 കൊല്ലമായി, ഒരു എമർജൻസി ലാൻഡിങ്ങും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പറക്കാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഓക്കെ നമുക്കും പറഞ്ഞേക്കാം, ഇനിയിപ്പോൾ എന്നെ നോക്കാമല്ലേ, ഇവിടം വരെ എത്തി. അപ്പോൾ ഇനി നോക്കിയിട്ട് കാര്യമൊന്നുമില്ലോ, വിഡ്രാ വെടി. ഇപ്പോൾ എൻ്റെ ഒരു അതിശയം വേറെ ഒന്നുമില്ലായിരുന്നു, ഇത് ആകാശത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന് എൻജിനും ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്ക്, ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നുമല്ല, ഇതൊന്നും വേണ്ട, സിമ്പിളായിട്ട് പറന്ന് നടന്നിട്ട് ആ കാറ്റിൻ്റെ ഗതി വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് ഒരു സാധാരണ എങ്ങനെ ഒരു വിമാനം ഓടിക്കുന്നോ അതേ വൈബിൽ വിമാനം ഓടിക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ റോപ്പാണ് അവരാ നമ്മുടെ ഗ്ലൈഡറിൻ്റെ താഴെ ഒന്ന് ഹുക്ക് ചെയ്യുക. ഈ സാധനം അങ്ങറ്റം ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത്, 1 കിലോമീറ്റർ ഇല്ലാന്നോ, ഒരു 1/2 കിലോമീറ്റർ കാണുമായിരിക്കും. അപ്പോൾ ഒരു 500 മീറ്റർ അപ്പുറത്ത് ആണ് ഇതിൻ്റെ ഇതിരിക്കണേ, ഈ റോപ്പ് പുള്ളിയാണ് സാധനം. അപ്പോൾ ഈ സാധനം കേബിളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ അടിയിൽ ഹുക്കപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് വയർലെസ്സിൽ പറയും ഓക്കെ ആണെന്ന് പറയും ലോഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഗംഭീര കനത്തിലെ പുള്ളിയാണ്. നമ്മൾ സാധാരണ വിമാനം എടുക്കണതിൻ്റെ ഒരു ചെറിയ ഫീലൊക്കെ കിട്ടും അത്യാവശ്യം, കാരണം അത്രയും പവർഫുൾ അല്ലെങ്കിലും ശരിക്കും എനിക്ക് ഫീൽ ചെയ്തൊരു പട്ടം. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, ഒരു രസമല്ലേ. അതെന്തായാലും 49 പൗണ്ടിന് ഇത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ്. പിന്നെ അധികം പേടിയുള്ള ആൾക്കാരൊന്നും കയറാൻ നിൽക്കണ്ട. ആകാശത്ത് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ താഴത്തോട്ടൊക്കെ നോക്കുമ്പോഴേ ഇതിന് യന്ത്രമൊന്നുമില്ലല്ലോ ദൈവമേ എന്നാലോചിക്കുമ്പോൾ എങ്ങനെ താഴത്തോട്ട് എത്തും. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ച് പേടിച്ചിരുന്നാൽ അവിടെ ഇരിക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ. പേടിയില്ലെങ്കിൽ ചുമ്മുക്കൊന്ന് കയറി നോക്കുക. ഇതിപ്പോൾ ഈ കണ്ട പോലെ അതേ റോപ്പ് വലിച്ചു തുടങ്ങി നേരെ ഞങ്ങളെ പുള്ളിയാണ്. അപ്പോൾ ഈ സമയത്തൊന്നും നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം ഇത് നേരെ പുള്ളി ചെയ്ത് നമ്മളുള്ള ഫ്ലാപ്പ് പൊക്കുമ്പോഴേക്കും വണ്ടി നേരെ പട്ടം നമ്മൾ നൂലുമ്പോൾ പിടിച്ച് വലിക്കണ പോലെ അതങ്ങ് മുകളിലോട്ട് പോകും. വെൽ സ്റ്റെബിലൈസറാണ്, വേറെ വിഷയങ്ങളോ ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കറങ്ങി ആ വക പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് കണ്ട കറക്റ്റ് ഒരു ഫ്ലൈറ്റിലിരിക്കണ പോലെ ഇല്ലേ. ആൾക്കാരെല്ലാവരും, ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ചുമ്മാ, അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ JP UK വന്നിട്ട് ഫ്ലൈറ്റ് ഓടിച്ച് കളിക്കണമെന്ന് വിചാരിക്കും, സത്യത്തിൽ ഫ്ലൈറ്റ് അല്ലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സത്യാവസ്ഥ. ചുമ്മാ ഞാൻ സ്റ്റാറ്റസ് ഇട്ടാണ്, അപ്പോൾ ചുമ്മാ ആൾക്കാർ തിരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും റിയൽ ലൈഫിൽ ഫ്ലൈറ്റ് ഒന്നും ഓടിക്കുക നമ്മളെ കൊണ്ട് കൂടൂല. അപ്പോൾ ഇതൊക്കെ ഒരു ആഗ്രഹം തീർക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോഴും ടേക്ക് ഓഫ് ചെയ്തുകൊണ്ട് വരികയാണ്. ആ റോപ്പ് ഇപ്പോഴും നമ്മുടെ താഴെ കണക്റ്റഡ് ആണ്. നല്ലൊരു ഹൈറ്റിൽ ഒരു 1000 അടി പൊക്കത്തോട്ട് ആ റോപ്പ് ഉണ്ടാവും. ആ റോപ്പ് നമ്മൾ തന്നെ റിലീസ് ചെയ്യണം. അതായത് അതിൻ്റെ അങ്ങറ്റം വണ്ടി സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പട്ടത്തിൻ്റെ അത് നേരെ നമ്മൾ ലോക്ക് വിട്ടാൽ നേരെ പിടുത്തം വിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്താ ഇങ്ങനെ എയർലൈന് ഫ്ലോട്ട് ചെയ്ത് ഇറങ്ങണം. ഒരു പിടുത്തം ഇല്ലാണ്ട് ഇങ്ങനെ ആകാശത്തേക്കടെ ഇങ്ങനെ അങ്ങോട്ട് തിന്നി നടക്കണം. അപ്പോൾ അതിൻ്റെ കൂടത്തേക്കടെ നമ്മൾ ആ കാണുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ, ആ സ്റ്റിക്ക് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചാൽ റൈറ്റിലോട്ട് പോകും, ലെഫ്റ്റിലോട്ട് തിരിച്ചാൽ ലെഫ്റ്റിലോട്ട് പോകും. ഫ്ലാപ്പ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ലിവർ ഉണ്ട്. പിന്നെ മുമ്പോട്ട് എടുത്താൽ വണ്ടി നേരെ ഹൈറ്റിലോട്ട് പൊങ്ങിപ്പോകും. അതായത് ഇപ്പോൾ നമ്മൾ ചരട് വെച്ച് അല്ലെങ്കിൽ ആ എയർ ഫ്ലോ കൺട്രോൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വണ്ടി പൊങ്ങിയും താഴെയും ലെഫ്റ്റിലേക്ക് വരെയും അടിപൊളിയാണ്. നേരെ പിടുത്തം വിട്ട് താഴെയൊന്നും പോകില്ല, കാരണം അതിനുള്ള വിങ് സ്പാനൊക്കെ ഭയങ്കര വലുതാണ്. അപ്പോൾ അത്യാവശ്യമല്ല 100% സേഫ്റ്റിയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടിരുന്ന് ഓടിക്കാം. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട, കാരണം നമ്മളിപ്പോൾ എന്ത് മണ്ടത്തരം കാണിച്ചാലും ബാക്കിൽ ഇരിക്കണത് കൺട്രോൾ ചെയ്ത് അതോ അങ്ങനെ ഇറക്കിക്കോളും. നമുക്ക് ആ വക പേടിയൊന്നുമില്ല. അതിന് 4 ആളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഓടിക്കണ പോലെ കാണിക്കാം, അത്രേ ഉള്ളൂ. സത്യത്തിൽ അവരൊക്കെ തന്നെയാണ് ഓടിക്കണേ, നമ്മളൊന്നും അല്ല. അപ്പോൾ നീതു താഴെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. നീതു ലച്ചുവിനെ കാവിലെത്തിയേക്കായിരുന്നു. ആ വിമാനം എങ്ങടെ പോണേ, ആ സാധനം ഗ്ലൈഡർ എങ്ങടെ പോണേന്ന്. അപ്പോൾ ഞങ്ങളൊരു 10-15 മിനിറ്റ് മുകളിൽ എല്ലാ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട്, നമുക്കൊരു എയർഫീൽഡ് ഉണ്ട്, വലിയൊരു എയർ സ്പേസ് ഉണ്ട്. അവിടെ കിടന്ന്
ഫ്രീ ആയ സ്ഥലമുണ്ട്. അവിടെ കിടന്ന് ഇങ്ങനെ കുറേ നേരം അങ്ങോട്ട് കൊണ്ട് ഇങ്ങോട്ടും കണ്ടും അങ്ങോട്ട് വലത്തോട്ടും ഇടത്തോട്ടും മുകളിലോട്ടും താഴത്തോട്ടൊക്കെ പോയി അങ്ങനെ നടന്ന് അവസാനത്തെ ഞങ്ങൾ ലാൻഡിങ്ങിന് എത്തി. നേരെ വന്ന് സിമ്പിളായിട്ട് വന്ന് ലാൻഡ് ചെയ്യാം. പ്രത്യേകിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പം നമുക്കൊരു പ്രത്യേക ഫീലാണ് അതൊരു ലാൻഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. എനിക്ക് അതിനകത്ത് കയറി മോളിലിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ CID മൂസ സിനിമേനകത്ത് സലീം കുമാർ പറഞ്ഞില്ല, ഇനി കുറച്ച് നേരം നമുക്ക് വിമാനം പൊക്കിയും തട്ടിയും കളിക്കാം എന്നുള്ള ഫീലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ കുറച്ച് നേരം മുകളിലോട്ട് പോക്കുന്നു, കുറച്ച് നേരം താഴത്തോട്ട് പോക്കുന്നു, വലത്തോട്ട് തിരിക്കുന്നു, ഇടത്തോട്ട് തിരിക്കുന്നു, അങ്ങോട്ട് പറക്കണോ ഇങ്ങോട്ട് പറക്കണോ, ഒരു ക്രിമിയടി. എന്തായാലും സംഗതി അടിപൊളിയായിട്ട് കഴിഞ്ഞു. ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ അവരെ പോയി കാണണം. അവരെ കണ്ടു. ഇനിയിപ്പോൾ ലോഞ്ച് പാഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മുടെ എക്സിറ്റ്. അവിടം വരെ വണ്ടി എടുക്കുക, പോവുക. നേരെ ഇനി എന്തെങ്കിലും മേടിച്ച് കഴിക്കുക. ഇന്നത്തെ പരിപാടി ഇതോടുകൂടി അവസാനിപ്പിക്കാനുള്ളതാണ് പ്ലാൻ. ഇതൊന്നും വലിയ പ്ലാൻ ഉണ്ടായിട്ട് ചെയ്തതല്ല, പെട്ടെന്ന് നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, അതൊന്ന് ശ്രമിച്ചു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ചുമ്മാ ഞാൻ ഒന്നിലേക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നേരെ ഗൂഗിളിൽ കോൾച്ചസ്റ്റർ ഗ്ലൈഡിംഗ് ക്ലബ്ബ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായി കിട്ടും. ഓക്കെ, ബൈ.